Hello friends, welcome to the channel. 𝙑𝙗𝙀 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ എന്താ BSNL FTTH കുറിച്ചാണ് കുറച്ചായാലും നമ്മൾ BSNL FTTH വീഡിയോ എടുത്തിട്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു എക്സ്ട്രീം ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ വെച്ചാൽ നമുക്കിപ്പോൾ നിങ്ങൾക്കറിയാം എൻ്റെ പ്ലാൻ 599 എന്നൊരു പ്ലാനാണ്, നമ്മൾ 60 MB/s പ്ലാനാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളൊരു 4-5 ഡിവൈസിൽ ഒരുമിച്ച് നമ്മൾ വീഡിയോ പ്ലേ ചെയ്തിടാൻ പോവുക. യൂട്യൂബിൻ്റെ വീഡിയോ നമ്മൾ പ്ലേ ചെയ്തിടാൻ പോവുക. അതും 4K നമ്മൾ ട്രൈ ചെയ്ത് നോക്കും, അല്ലെങ്കിൽ 1080p നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ വീഡിയോ ക്വാളിറ്റി അതിൻ്റെ ലാസ്റ്റ് ഇരുന്ന് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാത്തിലും നമ്മുടെ എന്താ പറയുക സ്മൂത്ത് ആയിട്ട് തന്നെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് നോക്കണം. പിന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നമ്മളിപ്പോൾ ഞാൻ തൽക്കാലം നമ്മളിപ്പോൾ വീഡിയോ മാത്രമാണ് നോക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളെ മിക്കതും നമ്മൾ വീട്ടിൽ ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ താഴെ ഞാൻ ടി വിയിൽ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ടി വി നമ്മുടെ താഴെയാണ്. അപ്പോൾ താഴേക്ക് പോലും മൂലം ആകെ ഒരു ബ്രേക്ക് വരും. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനിലും പിന്നെ ഒരു രണ്ട് മൊബൈലിലും പിന്നെ ഒരു ടാബിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 4K മോഡിലും അതുപോലെ 1080 മോഡിലും. അപ്പോൾ നമുക്ക് ഇതിൽ ബ്രേക്ക് വരുന്നോ കാര്യങ്ങളൊന്നും നോക്കാം, നമുക്ക് സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യണോ നോക്കാം. ഞാൻ ആക്ച്വലി ടി വി ഒഴിവാക്കിയത് ഞാൻ പറഞ്ഞത് നേരത്തെ അത് കാരണമാണ്. ഇപ്പോൾ ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ നമ്മളിത് പ്രാക്ടിക്കൽ വേൾഡിൽ നമ്മൾ ചെയ്യുന്നതാണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലൊരു ടി വി ഉണ്ടായിരിക്കും, ഒരു ടാബ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഐപാഡ് അങ്ങനത്തെ ടാബ് ഉണ്ടായിരിക്കും, പിന്നെ നമുക്ക് 2-3 മൊബൈൽ വീട്ടിലത്തെ ആൾക്കാർ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടത് എങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്ത് നോക്കണ്ട. അപ്പോൾ അതിനാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിലേക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അത് ഗീവ് വീഡിയോ കാണാത്തൊരു കാണുക, ഡിസ്ക്രിപ്ഷനിലുണ്ട് 3 വീഡിയോ ഉണ്ട്. നമ്മൾ 3 പ്രൊഡക്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 𝙬𝙤𝙑 UPS 4 റൂട്ടർ, പിന്നെ ഒരു പ്രോട്ടോണിക്സിൻ്റെ വയർലെസ് ഹെഡ്സെറ്റ്, പിന്നെ എന്തായിരുന്നു പിന്നെ 10 റൂട്ടർ ആയിരുന്നു. അപ്പോൾ 3 പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മറക്കണ്ട, ഫുൾ കാണാനും മറക്കണ്ട കേട്ടോ. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ജസ്റ്റ് സിമ്പിൾ റൂൾസ് ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൽ നമുക്കൊരു നല്ലൊരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അത്ര ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോക്ക് പോയാലോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സ്ക്രീന് 2K സ്ക്രീനാണത്. പിന്നെ നമ്മുടെ 2 മൊബൈൽ, അതുപോലെ നമ്മൾ ടാബിലാണ്, എല്ലാം 1080p നമ്മുടെ ചാനലിലത്തെ വീഡിയോ തന്നെയാണ് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 1080p പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതും 1080p പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പോസ് അല്ല കേട്ടോ, പ്ലേ ആവുന്നുണ്ട്, കണ്ടോ കഴിയാറായി, അതാണ്. പിന്നെ നമ്മുടെ ഇതിലും പ്ലേ ആവുന്നുണ്ട്, ഇതിലും പ്ലേ ആവുന്നുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. ഫുള്ള് ചെവിയിൽ നമുക്കിത് പ്ലേ ആവുന്നുണ്ട്, കണ്ടോ. നമ്മൾ സൗണ്ട് കുറച്ചിട്ടൊക്കെയാണ്, അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. എല്ലാത്തിലും പ്ലേ ആവുന്നത്. നമ്മൾ താഴെ ടി വിയും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ടി വി കാണിക്കാൻ പറ്റില്ല വെച്ചാൽ നേരെ താഴെയാണ്. അപ്പോൾ താഴെ പോയിട്ട് ഒരേ ടൈമിൽ കാണിക്കാൻ എളുപ്പമല്ല, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. എല്ലാത്തിലും സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നമ്മുടെ BSNL എന്തായാലും നമ്മുടെ സ്ട്രെസ് ടെസ്റ്റിൽ ജയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ എത്ര അടുപ്പിച്ച് നമ്മൾ 1080p ഫുൾ HD വീഡിയോ ഇട്ടിട്ടും ഒരു കുഴപ്പമില്ലാണ്ട് ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു കറക്കം പോലും വരുന്നില്ല. കറക്കല്ല, അതെന്ന് പറയുക, ഒരു സ്ട്രീമിംഗ് പോലും വരാണ്ട് തന്നെ, ഒരു ഡിസ്റ്റർബൻസ് വരാണ്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട് എല്ലാ ഡിവൈസിലും. എന്നുവെച്ചാൽ ഒരു സെക്കൻഡിന് പോലും നമ്മുടെ ഇത് വരുന്നില്ല, ഒരു ലാഗ് വരുന്നില്ല ഒരു സെക്കൻഡിന് പോലും. അപ്പോൾ നമ്മുടെ എൻ്റെ നിങ്ങൾക്കറിയായിരിക്കും 599 പ്ലാനാണ്. അപ്പോൾ ഇതിനായിട്ടും 100 MB പ്ലാനുള്ളവർക്കൊക്കെ നമുക്ക് ഇപ്പോൾ ഞാൻ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഒരു മോണിറ്റർ ഇത് 24 ഇഞ്ചിൻ്റെ മോണിറ്ററാണ്. മറ്റേ താഴെ ടി വിയിൽ നമ്മുടെ 60 ഇഞ്ചിൻ്റെ ആയിരുന്നു, അതും ഇപ്പോൾ ഫുൾ HDയിലാണ് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാത്തിനും നമുക്കിപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ 5 ഡിവൈസ് നമ്മൾ ഒരുമിച്ച് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നിട്ടും ഇപ്പോഴും ഒരു കുഴപ്പമില്ലാണ്ട് സംഭവം സ്മൂത്തായിട്ട് എല്ലാത്തിലും വർക്ക് ചെയ്യാവുന്നുണ്ട്. നമ്മളിവിടെ വീഡിയോ കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ക്ലോസ് ചെയ്യാം, എവിടെയും ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി ഇതും കൂടെ മാത്രമേ കഴിയാനുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രെസ് ടെസ്റ്റ് എന്തായാലും സക്സസ്ഫുൾ ആണ്. അപ്പോൾ കുറേ പേര് തന്നെ സംശയം ചോദിച്ചിട്ടുണ്ടാകും, നമ്മളിപ്പോൾ ഒരേ ടൈമിൽ ഇത്ര യൂസ് ചെയ്യാൻ പറ്റുമോ, ഇത്ര ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റുമോ. നമ്മൾ ടി വി, ആമസോൺ പ്രൈം ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഞാൻ ആമസോൺ പ്രൈം നമ്മുടെ നെറ്റ്ഫ്ലിക്സും 4K വെച്ചിട്ട് കാണിച്ചു തരാമെന്നാണ് ചോദിച്ചത്. പക്ഷേ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് സംഭവങ്ങളൊക്കെ ഉള്ളത് കാരണമാണ്, ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ ഉള്ളത് കാരണമാണ് നമുക്കത് പറ്റാഞ്ഞത്. ശരിക്കും നമ്മൾ 4K എല്ലാത്തിനും 4K പ്ലേ ചെയ്ത് വെക്കാന്നിട്ട് നമ്മൾ ആദ്യം ഇങ്ങനെ റെക്കോർഡ് ചെയ്താൽ പിന്നെ അങ്ങനെ നമ്മളത് വേറെ ആൾക്കാരുടെ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രൈക്ക് വരാനും കോപ്പിറൈറ്റ് വരാനും ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മളത് മാറ്റിയതാണ്. അപ്പോൾ അല്ലെങ്കിൽ നമുക്കത് ഫുൾ അങ്ങനെ കാണിച്ചു തരാം, നമുക്ക് 1080pയിലും 4Kയിലും കാണിച്ചു തരാം. സംഭവം രണ്ടിലും വർക്കാവുന്നുണ്ട്. ഞാൻ നോക്കി എന്തായാലും നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് അപ്ലോഡ് ചെയ്യാത്തത് ഇതിൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ്. അപ്പോൾ എല്ലാത്തിനും സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞാൽ കുറേ പേര് ചോദിക്കുന്നത് നമ്മുടെ 30 MB പ്ലാനാണ്, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ എന്തായാലും ഒരു 60 MB 599 പ്ലാനാണ്. എന്നുവെച്ചാൽ വലിയ ഡിഫറൻസ് 449 599 വലിയ ഡിഫറൻസ് വരാനില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറേ ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 599 പ്ലാൻ എടുക്കായിരിക്കും നല്ലത് കുറച്ച് പേർക്ക് എന്തായാലും. അപ്പോൾ നമ്മുടെ എന്തായാലും ഇങ്ങനത്തെ നമ്മുടെ ഈ സ്ട്രെസ് പരിപാടി നമ്മുടെ എന്തായാലും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ലാസ്റ്റായിട്ട് നമുക്ക് എന്തായാലും ഒരു സ്പീഡ് ടെസ്റ്റും കൂടി ചെയ്തേക്കാം. നമുക്ക് എന്തായാലും ഇതൊന്ന് പുറത്തേക്ക് വരാം.
അപ്പോൾ നമുക്ക് സ്പീഡ് ടെസ്റ്റിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ എന്താ പറയുക, ഗൂഗിളിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 93, 90 എന്തായാലും 60 അവിടെ വന്ന് നിൽക്കും. അത് ഫസ്റ്റ് അവർ ബൂസ്റ്റ് വരുന്നതാണ്. നമുക്കിത് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണല്ലോ. ഇതിപ്പോൾ ഫുൾ അവിടെ താഴെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇതിൽ പ്ലേ ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ചെറിയത് ഡൗൺ വന്നിരിക്കുന്നത്. ചിലപ്പോൾ നമുക്കൊന്നുകൂടി റീചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. ഇതിപ്പോൾ 35% അവിടെ കാണിക്കുന്നുണ്ട്, പക്ഷേ അപ്ലോഡ് കറക്റ്റ് കാണിക്കുന്നുണ്ട്. 70, 60, 70 കാണിക്കുന്നുണ്ട് അപ്ലോഡ്. നമുക്ക് എന്തായാലും ടെസ്റ്റ് ചെക്കിങ് കൊടുത്ത് നോക്കാം. ഇത് നമുക്ക് ഫുൾ കയറിയിട്ട് പിന്നെ കുറഞ്ഞു വരികയാണ്. 40, 39 ആയല്ലോ. ഇപ്പോഴും 37 കാണിക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് ഇടയ്ക്ക് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കിത് എപ്പോഴും സെയിം സാധനം കിട്ടണമെന്ന്, പക്ഷെ നമുക്ക് അതിൻ്റെ ഡിഫിക്കൽട്ടിയും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ പോലെ തന്നെയായിരുന്നു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ പുതിയതായിട്ട് എടുത്തവർക്ക് മിക്ക ആൾക്കാർക്ക് ഈ പരിപാടി ഉണ്ടായിരിക്കും. ഇടയ്ക്കൊക്കെ നമ്മൾ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കും, നമുക്ക് ഫുൾ സ്പീഡ് കിട്ടുന്നുണ്ടല്ലോ നോക്കുന്നുണ്ടായിരിക്കും. അവരോട് എനിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഞാൻ നല്ല അടുത്ത് ഓക്ലാലേക്ക് പോകുന്നത് വെച്ചാൽ എനിക്ക് നമ്മളിത് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴും വലിയ എന്താ പറയുക, ഒരു ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ ഒരു സ്പീഡ് പ്രോബ്ലംസോ വന്നിട്ടില്ല ഇടയിൽ. അപ്പോൾ ചെറിയ സ്പീഡ് ഡൗൺ ആയാലും നമുക്ക് അറിയുന്നില്ല, പിന്നെ നമ്മളിപ്പോൾ നോക്കുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിലും സ്പീഡ് ടെസ്റ്റ് ചെയ്തൊക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ ഇപ്പോൾ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഇപ്പോൾ വേണമെങ്കിൽ ഒരു കുറച്ച് മാസങ്ങളായിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ കുറേ കാലമായി ഇപ്പോൾ എന്തായാലും 1 year ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറേ കാലമായിട്ടുണ്ടാവും ഇപ്പോൾ സ്പീഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ഇപ്പോൾ 22 ആണ് പിങ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ഇടയ്ക്ക് 2-3 സോഫ്റ്റ്വെയർ നമ്മുടെ ഇത് ആവാസ്റ്റിൻ്റെ ക്യാൻഡി ട്രാക്കിങ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അത് കാരണം വെച്ചാൽ അത് ഓൾമോസ്റ്റ് നമ്മുടെ ക്ലൗഡ് പോലെയാണ്. അപ്പോൾ അതും കുറച്ച് നെറ്റ് എടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് അത്യാവശ്യം കറക്റ്റ് സ്പീഡ് കിട്ടുന്നുണ്ട്. 68, 67 കിട്ടുന്നുണ്ട്. നേരത്തെ വേണം മറ്റേതിൻ്റെ നമ്മൾ നേരത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ ഫുൾ ലെങ്ത്ത് ബാൻഡ് വിഡ്ത്ത് കുറയാത്തതിൻ്റെ ഒരു ഇതായിരുന്നു എന്നുകൊണ്ട് ഇപ്പോൾ കറക്റ്റ് ഫുൾ സ്പീഡ് കിട്ടുന്നുണ്ട്. നമുക്ക് ഡൗൺലോഡ് 67 കിട്ടുന്നുണ്ട്. അപ്ലോഡ് എന്തായാലും 75, 73, 70 തന്നെ കിട്ടുന്നു തോന്നുന്നു എനിക്ക്. അത് തന്നെയാണ് 70 തന്നെ കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് 67.88. അപ്പോൾ കറക്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് സ്പീഡ് ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുറേ പേര് എന്തായാലും നമ്മുടെ BSNL എടുക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് ഇപ്പോൾ BSNL ഭയങ്കര 11.9 lakh കണക്ഷൻ പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും വെട്ടിച്ചിട്ട് ഇപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഫൈബർ കണക്ഷനിൽ 35% എത്ര ടോട്ടൽ എത്ര ഇപ്പോൾ BSNLൻ്റെ ഫൈബറിൻ്റെയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ജിയോ 22 സംതിങ് വരുന്നത്. പിന്നെ എയർടെൽ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇവർ നമുക്ക് ഈ എക്സ്പീരിയൻസ് ആൾക്കാർ കൂടുമ്പോൾ ഇപ്പോൾ ജിയോന് നിങ്ങൾക്ക് പ്രശ്നം കേട്ടിട്ടുണ്ടായിരിക്കും. ആൾക്കാർ കൂടിയപ്പോൾ ജിയോ ഫുൾ ഡൗൺ ആണ്. ഇപ്പോൾ അവരുടെ നമ്മുടെ എന്താ പറയുക 4G നെറ്റ്വർക്ക് ആയാലും ഫൈബർ നെറ്റ്വർക്ക് ആയാലും നല്ല കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ നല്ല സ്പീഡ് കുറവുണ്ട്. മോസ്റ്റ്ലി ഹൈ സിറ്റീസ് ഏരിയസിലടക്കം തന്നെ ഇങ്ങനെ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ എറണാകുളം ടൗണിലൊക്കെ പോയപ്പോൾ നല്ല സ്പീഡ് കുറവുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ആൾ കൂടിയിട്ട് തന്നെയാണ് സംഭവം വരുന്നത്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും ഫൈബറിൽ, പക്ഷെ എത്ര ആൾ കൂടിയാലും നമുക്ക് ഫൈബറിന് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. ഫൈബർ നെറ്റിന് നമ്മുടെ കോപ്പർ വയർ പോലത്തെ ഇതല്ല. ഫൈബറിന് നമുക്ക് ഹൈ കപ്പാസിറ്റി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഫൈബർ ഇത്ര ഹിറ്റാകാൻ തന്നെ കാരണം. പക്ഷേ നമുക്ക് ഇവർ തരുന്ന എക്സ്പീരിയൻസും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർ ലിമിറ്റ് ചെയ്യുന്നത് ഇവർ ഉപയോഗിക്കുന്ന ONT സംഭവങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഇപ്പോൾ എന്തായാലും ഇത്ര ഹിറ്റായ സ്ഥിതിക്ക് ഇപ്പോൾ BSNL കുറച്ച് സീരിയസ് ആയി എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. നമ്മുടെ BSNL സ്റ്റാഫ്, നമ്മുടെ പരിചയമുള്ള ആൾക്കാരെന്നൊക്കെ അറിഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഗീവ് വീഡിയോ കാണാത്തവർ പോയി കാണുക. നമ്മുടെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.